ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ഗൈഡൻസ് ആണ്, ജെന്റിൽനെസ് റീഡിംഗ് ആണ്. ന്യൂ മൂണിലേക്ക് നിങ്ങൾക്കുള്ള എനർജി ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ്. അതായത് 29th ന്യൂ മൂണാണ്. അപ്പം അന്ന് നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്ത് ഇതൊരു 1 month പീരീഡിലേക്കുള്ളൊരു റീഡിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു 1 monthനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുന്നതാണ്, എനർജീസ് റെസനേറ്റ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു പീരീഡിൽ നിങ്ങളുടെ എനർജി ഫോക്കസ് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. സോ ലെറ്റ്സ് സീ നിങ്ങളുടെ ന്യൂ മൂൺ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 6 of Cups, Queen of Swords, the Hermit. Clarification is Queen of Wands, the High Priestess, and King of Pentacles ആണ് വന്നിരിക്കുന്നത്. Bottom energy is 7 of Cups. Okay, let's keep it here. Let's take some moon guidances. Okay, നമുക്ക് നോക്കാം. മൂൺ oracle cards നമുക്ക് നോക്കാം. ന്യൂ മൂൺ നിങ്ങൾക്ക് തരുന്നത് എന്ത് എനർജി ബ്ലെസ്സിങ് ആണ്? വാട്ട് യു ഹാവ് ടു ബി അവെയർ ഓഫ്? ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഫുൾ മൂൺ ആൻഡ് പൈസസ്. നമുക്ക് പൈസസിലാണ് ഈ ഒരു ന്യൂ മൂൺ ഹാപ്പൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, ഓൾറെഡി ഇപ്പോൾ നമ്മളുടെ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 29th സോളാർ എക്ലിപ്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും അവിടെ. സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ സൺ, മൂൺ, രാഹു ആൻഡ് കേതു ആർ ഇൻവോൾവ്. അവിടെ പൈസസിൽ നമുക്ക് വീനസ് ആൻഡ് മെർക്കുറി ഉണ്ട്. അതുപോലെ ശനി കുംഭത്തിൽ നിന്ന് പൈസസിലേക്ക് മാറുകയാണ്. സോ ഇത്രയും പ്ലാനറ്റ്സിൻ്റെ ഒരു ഹെവി എനർജി പൈസസിലുണ്ട്. പൈസസ് സൈൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്പിരിച്വാലിറ്റിയുടെ ഒരു അൾട്ടിമാറ്റം എന്ന് പറയാം. അപ്പം അത്രയും സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലൈഫിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. ബോട്ടം എനർജി, ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക്. നമ്മൾ പൈസസ് എന്ന് പറയുമ്പോൾ ആസ്ട്രോളജിക്കലി നോക്കുമ്പോൾ കാലപുരുഷൻ്റെ 12ാം ഭാവമാണ്. അതായത് ഏറ്റവും അവസാനത്തെ വ്യയം എന്ന് പറയും, ലൈക്ക് നമ്മൾ ഔട്ട്, എക്സ്പെൻസസ് എന്നൊക്കെ പറയും. സോ ആ ഒരു എനർജിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഗീവ് എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സക്സസ്ഫുൾ ആകുമോ എന്നുള്ള ഒരു സംശയത്തിലിരിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് അത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഡോണ്ട് വറി, അത് ഉടനെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് ഓവറോൾ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി ഈ ഒരു ന്യൂ മൂൺ പീരീഡിൽ. സക്സസ് ഇസ് ക്ലോസ്. യു ജസ്റ്റ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് സൂപ്പർ മൂൺ തരുന്നത്. നമുക്ക് ഒബ്വിയസ് ആയിട്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന സൈൻസ് ഒന്നും ഇഗ്നോർ ചെയ്യാതിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം വലിയ രീതിയിൽ നടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു ട്രെയിലർ മാതിരി സൈൻസ് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നൊരു സാഹചര്യം ഈ സമയത്തുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പൈസസ് രാശിയിൽ അല്ലെങ്കിൽ പൈസസ് സോഡിയാക്കിലൊക്കെ ഉള്ള വ്യക്തികൾ, അതുപോലെ തന്നെ സാറ്റേണിൻ്റെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മറ്റ് കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനിയൊക്കെ പോലെയുള്ള അവർക്കൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു 2.5 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കൊക്കെ ഉള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട്, അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ട് ഈ കുറച്ച് സമയങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രെയിലർ മാതിരി ഉള്ള ഇൻസിഡൻസസ്, എനർജീസ്
നിങ്ങൾക്ക് മാനസികമായിട്ട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെയാണ് 7.5 ശനി പീരീഡ്സ് തീരാൻ പോകുന്നവർക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു 7 വർഷമായിട്ട് അല്ലെങ്കിൽ കണ്ടകശനിയൊക്കെ തീരാൻ പോകുന്നവർക്ക് 2.5 വർഷമായിട്ടൊക്കെ നിങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ള കുറേ ചലഞ്ചസ്, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് അവസാനം ഒരു കലാശക്കൊട്ട് പോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഈ 5 വർഷം അനുഭവിച്ചതിൻ്റെയൊക്കെ ഒരു ഡ്രോപ്ലെറ്റ് പോലെ എല്ലാം ഒന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം. പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എടുത്തിട്ടുള്ള റിസ്കുകൾ, ചാലഞ്ചുകളൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്തൊന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഇമോഷൻസും അല്ലെങ്കിൽ സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിലൊന്ന് വന്നു പോകാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലാണ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എനിക്കിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഓബ്വിയസ് ആണ്. വി ഗോട്ട് 6 of Cups and also we got this full moon in Pisces. So നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സംശയം, എന്തിനാണ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് എൻ്റെ ലൈഫിലുള്ളത്, ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓബ്വിയസ് സൈൻ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഒരു വ്യക്തി കാർമിക് ആണോ അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സോൾമേറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഇവിടെ കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ളൊരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദിസ് പേഴ്സൺ മൈറ്റ് ബി കൺട്രോളിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഈവൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഇൻറ്റ്യൂഷൻ അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇൻറ്റ്യൂഷൻ വോണ്ട് ലെറ്റ് യു ഡൗൺ. അത് ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് സ്റ്റെപ്സ് എടുക്കുക. ചില വ്യക്തികൾക്ക് ഇവിടെ ഒരുപാട് കാർമിക് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ്സും കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പൈസസ് എന്ന് പറയുമ്പം 12ാം ഭാവമാണ്, അതൊരു എൻഡാണ്. 12 കഴിഞ്ഞാൽ പിന്നെ 1 ഒരു ന്യൂ ബിഗിനിങ് ആണ്. സോ ഇവിടെ ഒരു ഡെത്ത് കാർഡ് എനർജിയാണ്, ഒരു എൻഡിങ് ആൻഡ് ദെൻ എ റീബർത്ത്, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. സോ പല കാര്യങ്ങളും ഇവിടെ എൻഡ് ആവാനായിട്ട് പോകുന്ന ഒരു എനർജിയും കൂടെ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു എൻഡ് അല്ലേ. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. എന്താണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം. Let's see a clarification for that. Okay, we got, wow, that's a positive sign. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിരുന്ന പല ബന്ധനങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് പ്രോഗ്രസീവായിട്ടുള്ള പല ആക്ഷൻസും എടുക്കുന്നതിൽ നിന്നും ഇതുപോലെ നിങ്ങളെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു തോട്ട് നിങ്ങളുടെ തലയിൽ എങ്ങനെയോ വന്ന് പെട്ടിട്ടുള്ള ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട്, വേണ്ടാത്തൊരു തോട്ട്, അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവിടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് എ കാർമിക് സിറ്റുവേഷൻ. തോട്ട് പ്രോസസ്സിൽ വരുന്ന ഒരു ചേഞ്ചാണ്. വി ഗോട്ട് ക്വീൻ ഓഫ് സ്വാർഡ്സ്. നിങ്ങൾ വളരെയധികം സൊല്യൂഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പഠിക്കുന്ന ഒരു എനർജി. അതായത് നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് വിചാരിക്കാം. എന്തിന് സംഭവിച്ചു, അത് കാരണം എനിക്ക് ഇങ്ങനെ പറ്റി, എനിക്കത് വന്നു, എനിക്കിത് നഷ്ടമായി എന്നുള്ള അത് ബ്ലെയിമിങ് എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെയൊക്കെ നിങ്ങൾ പഴിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിനെ പഴിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ്. പക്ഷേ ഈ ഒരു ന്യൂ മൂൺ എനർജി നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അത് സംഭവിച്ചോ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് എന്ത് വേണം, എന്ത് ചെയ്യണം, എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു തോട്ട്, സ്റ്റക്കായിട്ടല്ല നിൽക്കേണ്ടത്, വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളതിനെ കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ബ്ലെസ്സിങ് ഇവിടെ നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ആയിരിക്കും.
ഓൾറെഡി പറഞ്ഞതുപോലെ യു ക്യാൻ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അതുപോലെ തന്നെ നമുക്ക് ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ആ ഹെർമിറ്റ് കാർഡ് നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിനെയും ഇമോഷൻസിനെയും നിങ്ങൾ നോക്കി കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ ബിസി ആയിട്ട് നമ്മൾ ഓരോ കാര്യത്തിലും ഇൻവോൾവ് ആയി, സമയമില്ല, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കുന്ന ഒരു സമയം കൂടായിരിക്കും. ടേക്ക് ടൈം ടു റിലാക്സ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ന്യൂ മൂൺ ഇൻ വെർഗോ ആണ്. ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതും കൂടെ നമുക്ക് പറയാം. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കുക. അത് ഒരു ആത്മപരിശോധനയിൽ നിന്ന് തുടങ്ങാം. സെറ്റിംഗ് അപ്പ് യുവർ റുട്ടീൻസ് റൈറ്റ്. ഹെൽത്തി മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻസ് സെറ്റ് ചെയ്യുക. അതിനൊക്കെ ഉള്ളൊരു സമയമാണ്. ഗ്രാജ്വലി നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ വർക്കിംഗ് ഹാബിറ്റ്സ് ആണെങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും എല്ലാത്തിലും ഒരു പേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇപ്പം നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സംതൃപ്തി, സന്തോഷം ഇതൊക്കെ സ്ഥായിയായി നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിലിങ്ങിന് കുറച്ച് അറ്റൻഷൻ കൊടുക്കുക. അത് ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട് വേണം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതിൽ നിന്ന് മാറി കുറച്ചൊന്ന് ഡീറ്റെയിലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് തന്നെയാണ് നിങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം റിലയബിൾ ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇൻകം സോഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഒരു സോഴ്സിലാണോ ഇപ്പം നിങ്ങൾക്ക് ഇൻകം അല്ലെങ്കിൽ ഫിനാൻസ് കണ്ടിരിക്കുന്നത്, അത് വളരെ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്നും അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുതരും എന്നുള്ളതും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ മോർ മൂൺ ഗൈഡൻസ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു ആഫ്റ്റർ ദി ന്യൂ മൂൺ. ഈ ഒരു 1 മന്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അബൻഡൻസ് ആണ് ഇവിടെ. ചൈൽഡ് ബർത്ത് എക്സ്പെക്റ്റ് ചെയ്യാം ചില വ്യക്തികൾക്ക്. അതിനെക്കുറിച്ച് ആഗ്രഹം ഉള്ള വ്യക്തികൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി അബൻഡൻസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് റെസിലിയൻസ്, യെസ്, വാട്ട് ഈസ് ദ റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വരും. അത് ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ തീർന്നിരിക്കുന്ന കുട്ടികളാണ്. വെക്കേഷൻ വെറുതെ ഇരുന്ന് സമയം കളയാതെ ആ ഒരു വെക്കേഷൻ സ്പേസ് നിങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു തോട്ട് വരുന്നതാണ്. ആൻഡ് ഫെയ്ത്ത്, യെസ്, നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി. അത് നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആക്കി തരും. ന്യൂ ബിഗിനിങ്സ്, യെസ്, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു റീബർത്ത് എനർജിയാണ്. കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ചെയ്തിട്ട് അഗെയിൻ ഒരു ന്യൂ ബിഗിനിങ്. അത് സ്പെഷ്യലി ഇവിടെ പറയുകയാണെങ്കിൽ ഫോർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് നിങ്ങളെ സഹായിക്കും. ആൻഡ് ദെൻ വി ഹാവ് ഡിസേൺമെൻറ്റ്. ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് റൈറ്റായിട്ട് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു റൈറ്റ് ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളർന്നു വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് ദെൻ റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം. യെസ്, സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും വാട്ട് എവർ ആക്ഷൻ യു ആർ ടേക്കിംഗ് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് ബോട്ടം എനർജി നമുക്ക് കിട്ടിയത് ബൗണ്ടറീസ് ആണ്. സെറ്റ് യുവർ ബൗണ്ടറീസ് റൈറ്റ്. നിങ്ങൾക്ക് എവിടെ, ആരിൽ നിന്ന്, ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഉള്ള ശക്തമായ ബൗണ്ടറി വയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. ആൻഡ് ലെറ്റ്സ് സീ മോർ ഡിവൈൻ ഗൈഡൻസ് ഫോർ യു. നിങ്ങൾ ഏതൊരു എനർജിയാണ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. വൃന്ദാ ദേവി, ഗോഡസ് ഓഫ് ഡിവോഷൻ. എസ്പെഷ്യലി ഈ ഒരു എനർജി റെസനേറ്റ് ആവുക ദേവാലയങ്ങളുടെയൊക്കെ അടുത്ത് വീട് ഉള്ളവർക്ക്, ഒരു ഹോളി പ്ലേസിൻ്റെ അടുത്ത് റെസിഡൻസ് ഉള്ളവർക്ക്,
നിങ്ങൾക്കൊരു നാച്ചുറൽ ബ്യൂട്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ഗുണം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെൽത്തൊക്കെ കുറച്ച് നന്നായി വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് മൂവ് കാർഡ്സ്. ഓക്കെ, വി ഗോട്ട് ഭദ്രകാളി, ഗോഡസ് ഓഫ് ഡാർക്ക്നെസ്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈവിൾ എനർജീസിനെ എല്ലാം നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എനർജി. അതായത് ഉഗ്രമൂർത്തിയാണ്. അപ്പോൾ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ടും അതുവഴി സക്സസ് ഉണ്ടാക്കാനായിട്ടും അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയെ വളരെയധികം പവർഫുൾ ആക്കാനായിട്ടും അതുപോലെ വേൾഡ്ലി ഏർത്ത്ലി പ്ലഷേഴ്സ് എല്ലാം ജീവിതത്തിൽ സുഖങ്ങളെല്ലാം അനുഭവിക്കാനായിട്ടും ഒക്കെയുള്ള ഒരു ബ്ലെസ്സിങ്. ഇത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ കാർഡ്. വി ഗോട്ട് ഗായത്രി ദേവി. നമുക്കിവിടെ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എനർജി എല്ലാം നമുക്ക് ഫെമിനൈൻ എനർജിയെ സ്ട്രോങ് ആക്കുന്ന തരത്തിലുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഓവറോൾ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വൃന്ദാദേവി, ഭദ്രകാളി, ഗായത്രി ദേവി, ദ മദർ ഓഫ് ഡിവോഷൻ, ദ ഗോഡസ് ഓഫ് ഡിവോഷൻ. സ്പിരിച്വാലിറ്റിക്ക് വളരെയധികം സ്ഥാനമാണ് ഉള്ളത്. കാരണം ഈ ഒരു ഡിവോഷൻ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ സ്ട്രെങ്തൻ ചെയ്തു തരും. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ നോളജ് വർദ്ധിപ്പിക്കും. ഇവിടെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൈസസിൽ ബാലൻസിങ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി ആണ് വന്നിരിക്കുന്നത്. സോ സ്പിരിച്വൽ പ്രാക്ടീസസ്, മെഡിറ്റേഷൻ ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ജപമാലയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ജപമാലയൊക്കെ ഉപയോഗിച്ച് ദിവസവും 108 തവണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു മാസകാലം നിങ്ങൾ ജപിക്കുന്നതിന് നിങ്ങൾക്ക് ഇരട്ടി ഗുണമുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം പീസ് ഓഫ് മൈൻഡ് അത് നേടിത്തരും എന്നുള്ളൊരു മെസ്സേജും കൂടാണ്. വാവ്, ഇറ്റ്സ് എ വണ്ടർഫുൾ റീഡിങ്. നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഇത് റെസനേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇന്നലെ തൊട്ട് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസിൽ നിന്ന് കോമൻസ് ഇടുന്ന വ്യക്തികളിൽ നിന്നും റാൻഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കോമൻസും ഷെയർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഫ്രീ റീഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് വരും. വീഡിയോസൊക്കെ പുതിയത് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള കാർമിക് ക്ലിയറൻസസ്, മെഡിറ്റേഷൻസ്, ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിംഗ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.